പ്രവാസികളുടെ മാത്രമല്ല, ഗൾഫ് രാജ്യങ്ങളിലെ പൗരന്മാരുമുണ്ടല്ലോ. ആ രാജ്യങ്ങളിലെ മനുഷ്യരുടെ ജീവിതമെല്ലാം തന്നെ ഇപ്പോൾ ഏറെക്കുറെ നിഷിദ്ധമായിരിക്കുന്നു. കടൽ മാർഗമുള്ള സഞ്ചാരം ഏറെക്കുറെ അവസാനിച്ചു. ഫ്ലൈറ്റുകൾ ഒന്നും ഉയർന്നു പൊന്തുന്നില്ല. മിക്ക വിമാനത്താവളങ്ങളും റെഡ് അലർട്ടിനാണ് ഉള്ളത്. ഈ മേഖലയിൽ എപ്പോൾ വേണമെങ്കിലും ഡ്രോണുകളും മിസൈലുകളും പാറി പറക്കാനുള്ള എല്ലാ സാധ്യതയുമുണ്ട്. അപ്പോൾ ഗതാഗതം തടസ്സപ്പെട്ടു, അന്താരാഷ്ട്ര വ്യാപാരം തടസ്സപ്പെട്ടിരിക്കുന്നു. അതോടൊപ്പം ആ മേഖലയിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വരുമാന സ്രോതസ് എണ്ണയാണ്. എണ്ണയുടെയും പ്രകൃതിവാതകത്തിന്റെയും പുറത്തേക്കുള്ള ഒഴുക്ക് തടസ്സപ്പെട്ടിരിക്കുന്നു. അപ്പോൾ ഇതാണ് ഗൾഫ് രാജ്യങ്ങളിലെ എണ്ണ വരുമാനമാണ് ഗൾഫ് രാജ്യങ്ങളിലെ വ്യവസായത്തിന്റെയും ടൂറിസം സെക്ടറിന്റെയും നിർമ്മാണ മേഖലയുടെയും ഒക്കെ വളർച്ചയുടെ പ്രധാനപ്പെട്ട വരുമാന സ്രോതസ്. അത് നിലച്ചതോടുകൂടി അവിടുത്തെ പല വ്യവസായ സ്ഥാപനങ്ങളും നിലവിൽ അവരുടെ പ്രവർത്തനം ചുരുക്കി കൊണ്ടുവന്നിരിക്കുന്നു. അതുകൊണ്ട് തന്നെ കോൺട്രാക്ട് തൊഴിലാളികൾ, കോൺട്രാക്ട് ലേബേഴ്സിനെ അവരെ കോൺട്രാക്ട് പുതുക്കുന്നില്ല, പുതിയതായിട്ട് ആളുകളെ എടുക്കുന്നില്ല. അവിടെ പ്രവാസികളായിട്ട് തന്നെ തുടരുന്ന ആളുകൾക്ക്, പല ആളുകൾക്കും ഇപ്പോൾ തൊഴിൽ നഷ്ടം സംഭവിച്ചിരിക്കുന്നു. അതോടൊപ്പം സർവീസ് സെക്ടറിൽ ജോലി ചെയ്യുന്ന ഒട്ടനവധി പ്രവാസികളുണ്ട്. ചെറിയ റെസ്റ്റോറന്റ് നടത്തുന്നതിൽ തുടങ്ങി സൂപ്പർ മാർക്കറ്റുകളും ഷോപ്പുകളും അതുപോലെ മറ്റു സർവീസസുകളൊക്കെ പ്രൊവൈഡ് ചെയ്യുന്ന നൽകിക്കൊണ്ട് ഒരു ജീവിതം കണ്ടെത്തുന്ന പ്രവാസികളായിട്ടുള്ള മധ്യവർഗക്കാർ ധാരാളമുള്ള പ്രദേശമാണ് ഗൾഫ്. അപ്പോൾ അവർക്കൊക്കെ വലിയ വരുമാന നഷ്ടം സംഭവിച്ചിരിക്കുന്നു. അവർക്ക് അവരുടെ സേവന മേഖല മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടായിരിക്കുന്നു. അങ്ങനെ അവിടുത്തെ സാധാരണ പൗരന്മാർക്കൊപ്പം പ്രവാസികളെ സംബന്ധിച്ചിടത്തോളം അവര് വലിയ അതിജീവന പ്രതിസന്ധിയെ നേരിടുകയാണ്. അപ്പോൾ ഈ ദിശയിൽ യുദ്ധം കുറെ കൂടെ പോയി കഴിഞ്ഞാൽ ഗൾഫ് രാജ്യങ്ങളുടെ സമ്പദ്ഘടന വലിയ പ്രതിസന്ധിയിലാകും. അതിൽ പ്രധാനമായിട്ടും എണ്ണ വരുമാനം, ടൂറിസം തുടങ്ങിയിട്ടുള്ള മേഖലയെ ആശ്രയിച്ചാണ് ഈ രാജ്യങ്ങളുടെ പ്രധാനപ്പെട്ട വരുമാനം. അതിൽ പെട്ടെന്ന് ഒരു ഇടിവുണ്ടാകുന്ന സാഹചര്യത്തിൽ അവർക്ക് പ്രവാസികൾക്ക് ജോലി കൊടുക്കാൻ പറ്റുന്നില്ല, തൊഴിൽ നഷ്ടമുണ്ടാകുകയാണ്. അവരൊരു തൊഴിൽ ദായകരാണ്. ഒരുപക്ഷെ ആയിരക്കണക്കിന് ആളുകൾക്ക് തൊഴിൽ കൊടുക്കുന്ന രാജ്യങ്ങളാണ്. അവിടുത്തെ ടൂറിസം സെക്ടറും വ്യവസായ മേഖലയും സർവീസ് സെക്ടറും എല്ലാം ചേർന്ന് പ്രവാസികളായിട്ടുള്ള ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ലക്ഷക്കണക്കിന് മനുഷ്യർക്കാണ് അവർ തൊഴിൽ പ്രദാനം ചെയ്യുന്നത്. അപ്പോൾ ഈ മേഖലയിലൊക്കെ ഉണ്ടാകുന്ന മാന്ദ്യം വ്യാപകമായ തൊഴിൽ നഷ്ടത്തിലേക്ക് നയിക്കുന്നുണ്ട്. അവിടെ സെറ്റിൽ ചെയ്ത ഇന്ത്യക്കാരും മലയാളികളും ഒക്കെ ആയിട്ടുള്ള ആളുകളുണ്ട്. അവർക്കും പിടിച്ചു നിൽക്കാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടാകുന്നു. വലിയ പ്രതിസന്ധിയിൽ പ്രവാസ ലോകം അകപ്പെട്ടു എന്നുള്ളതാണ് സങ്കടകരമായ കാര്യം. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.